Hi everyone, welcome to Advanced Manufacturing Technology ME 306 Module 4 Part 3. Yeah, so next one is iron beam machining. So നമ്മൾ രണ്ട് ടോപ്പിക്സ് പഠിച്ചു, ലേസർ ബീം മെഷീനിങ് ആൻഡ് ഇലക്ട്രോൺ ബീം മെഷീനിങ്. ബോത്ത് removes material by vaporization. Here also it is this particular machining process removes material, but it is not a thermal process. വളരെ important ആണ്, എഴുതി തെറ്റിക്കല്ല. Iron beam machining process removes the material from the workpiece not by heating and vaporization, not by thermal process. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻസ്റ്റഡ് എന്താണ്, മെറ്റീരിയൽ റിമൂവൽ ഈസ് ബൈ സ്പട്ടറിങ് ഓഫ് അയോൺ. സ്പട്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താ, എ നമ്പർ ഓഫ്, സ്പട്ടറിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാർട്ടിക്കിൾസിനെ നമ്മൾ തെറിപ്പിച്ച് നേരെ അതിലേക്ക് ഇമ്പിൻ ചെയ്യിക്കുക. ദാറ്റ് ഈസ് സ്പട്ടറിങ് ഓഫ് അയോൺസ്. അപ്പോൾ ആക്ച്വലി അവിടെ എന്താ നടക്കുന്നത്, വി ആർ ആക്ച്വലി ഫോക്കസിങ് എ അയോൺസ്, അയോൺ ബീം. അയോൺ എന്ന് പറഞ്ഞാൽ എന്താ, വെൻ നമ്മളൊരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ആൻ അയോൺ, അല്ലേ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആയിട്ട് മാറും. സോ അങ്ങനെയുള്ള ഒരു അയോൺ ബീമാണ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് എനി ഹീറ്റ് ഓൺ ദ സർഫേസ് ബിക്കോസ് അതിന് അത്രയും ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും റിമൂവ് ചെയ്യുന്നത്? അയോൺസ് ഇറ്റ് വിൽ ഇംപിഞ്ച് ഓൺ ദ വർക്ക് പീസ് ആൻഡ് ഇറ്റ് വിൽ ഡിസ്പ്ലേസ് ഇൻഡിവിജ്വൽ ആറ്റംസ് ഫ്രം ദ സർഫേസ്. കുറേ ആറ്റത്തിനെ തട്ടിത്തെറിക്കും. ഇൻഡിവിജ്വൽ ആറ്റംസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അയോൺ ബീം വരുമ്പോൾ ഒരുപാട് ആറ്റംസിനെ തെറിപ്പിച്ച് അങ്ങനെ ഒരു അറ്റോമിക് ലെവലിലാണ് ഇത് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ, ട്രാൻസ്ഫർ ഓഫ് മൊമെന്റം ഫ്രം ഇൻസിഡന്റ് അയോൺ ടു ആറ്റംസ് ഓൺ ദ സർഫേസ്. ഇനി ഇവിടെ ഈ ഒരു പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മുന്നേ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ അയോൺ ബീം മെഷീനിങ് എ സ്ട്രീം ഓഫ് ചാർജ്ഡ് അയോൺസ് ഓഫ് ആൻ ഇനേർട്ട് ഗ്യാസ്. ഒരു ഇനേർട്ട് ഗ്യാസിന്റെ അയോൺസ്, ഇപ്പൊ ഏതിനും അയോൺസ് ഉണ്ട് അല്ലേ? ഹിയർ ഇൻ ദിസ് പർട്ടിക്കുലർ പ്രോസസ് ഒരു ഇനേർട്ട് ഗ്യാസിന്റെ അയോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. സച്ച് ആസ് ആർഗൺ, നിയോൺ ഇനേർട്ട് ഗ്യാസ് ആണ് അല്ലേ? നമ്മൾ ഇനേർട്ട് ഗ്യാസ് എന്താണെന്നറിയാം. ദാറ്റ് പർട്ടിക്കുലർ ഗ്യാസ് വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി റിയാക്ഷൻസ് വിത്ത് എനി അതർ മെറ്റീരിയൽസ്. അതാണ് ഇനേർട്ട് എന്ന് പറയുന്നത്. സോ the stream of charged ions of an inert gas is accelerated in a vacuum. വാക്വം വേണം, കാരണം എന്താ, അയോൺസും ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് എയറിൽ വെച്ചാൽ എന്ത് പറ്റും, ദേ വിൽ ഈസിലി ഗെറ്റ് ഡിഫ്ലക്റ്റഡ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ഇൻ എ വാക്വം ബൈ ഹൈ എനർജീസ് ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സോളിഡ് വർക്ക് പീസ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ദ ബീം റിമൂവ്സ് ആറ്റംസ് ഫ്രം ദ വർക്ക് പീസ് by transferring energy and momentum to atoms on the surface of the object. അപ്പോൾ ഇതാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇറ്റ്സ് നോട്ട് എ തെർമൽ പ്രോസസ്, മനസ്സിലാക്കണം. ജസ്റ്റ് അയോൺസ് വന്നിടിക്കുന്നു ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഡിസ്പ്ലേസിങ് ആറ്റംസ് ഫ്രം ദ സർഫസ് ഓഫ് ദ വർക്ക് പീസ് ബൈ ട്രാൻസ്ഫറിങ് ദ മൊമെൻറ്റം ഓഫ് ദ അയോൺസ്. ദിസ് പർട്ടിക്കുലർ പ്രോസസ് ഈസ് ഓൾസോ കോൾഡ് അയൺ ഇച്ചിങ്, അയൺ മില്ലിംഗ് ഓർ അയൺ പോളിഷിംഗ് എന്നും പറയും. സോ അയൺ ബീം മെഷീനിങ് അല്ലെങ്കിൽ അയൺ മില്ലിംഗ്, അയൺ ഇച്ചിങ് ഓർ അയൺ പോളിഷിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് വരയ്ക്കണം? നമ്മൾ എൻറ്റയർ പ്രോസസ് വാക്വമിനകത്താണ് നടത്തേണ്ടത്. അപ്പോൾ ഒരു വാക്വം ചേംബർ വേണം ആൻഡ് ഒരു കാഥോഡ് വേണം, ദെൻ ഒരു ആനോഡ് വേണം, ബിക്കോസ് വി നീഡ് ടു മീൻസ് അട്രാക്ട് ദ അയോൺസ് ടു എ പർട്ടിക്കുലർ ടാർഗറ്റ്, ആൻഡ് ദ ലെൻസസ് എന്തിനാണ്, ടു ഫോക്കസ് ദ അയോൺ ബീം. ഓക്കെ, അതിനാണ് ഈ ഒരു പർട്ടിക്കുലർ, ഇതാണ് അപ്പർച്ചർ, ചെറിയൊരു ഇത് കണ്ടില്ലേ, അത് കൂടെ അയോൺസ് പാസ് ചെയ്ത് വിടാം. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അയൺ ബീം ടേക്സ് പ്ലേസ് ഇൻ എ വാക്വം ചേംബർ യൂസിങ് ചാർജ്ഡ് അയോൺസ് ഫയർഡ് ഫ്രം ആൻ അയൺ സോഴ്സ് ടുവേർഡ്സ് ദ വർക്ക് പീസ് ബൈ മീൻസ് ഓഫ് ആൻ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്. അപ്പോൾ വെൻ വി ഒരു കാഥോഡിൽ ഒരു കാഥോഡിൽ നമ്മളൊരു ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ചാർജ്ഡ് അയോൺസ് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്ന ഇനേർട്ട് ഗ്യാസ്, ഇവിടെ കൂടെ വരുന്ന ഇനേർട്ട് ഗ്യാസിൽ എന്ത് ചെയ്യും, അയോൺസ് ക്രിയേറ്റ് ചെയ്യുകയും അയോൺസിനെ ഫോക്കസ് ചെയ്യുകയും ചെയ്യും. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അയൺ എച്ചിങ്, അയൺ മില്ലിംഗ്, അയൺ എച്ചിങ് ആണ്, സോറി അയൺ ഇച്ചിങ് അല്ല, അയൺ എച്ചിങ് ആണ്. ഓക്കെ, അയൺ മില്ലിംഗ് ഓർ അയൺ പോളിഷിംഗ്.
And mechanism of material removal in IBM differs from that of EBM. EBM മാത്രമല്ല LBM-ലും ലേസർ ബീം മെഷീനിങ്ങിലെയും ഇലക്ട്രോൺ ബീം മെഷീനിങ്ങിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അതിൻ്റെ ഒരു മെക്കാനിസം കാണിച്ചു തരാം. എ ഹീറ്റഡ് ഫിലമെന്റ് ആക്ട് ആസ് ദ കാഥോഡ്. അതൊരു ഫിലമെന്റ് ആണ്. ഇറ്റ് വിൽ ആക്ട് ആസ് ദ കാഥോഡ് ഫ്രം വിച്ച് ഇലക്ട്രോൺസ് ആർ ആക്സിലറേറ്റഡ് ബൈ മീൻസ് ഓഫ് ഹൈ വോൾട്ടേജ് ടുവേർഡ്സ് ദ ആനോഡ്. ഒരു കാഥോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? ഒരു ഫിലമെന്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വിച്ച് ക്യാൻ ഈസിലി എമിറ്റ് ഇലക്ട്രോൺ വെൻ ഇറ്റ് റിസീവ്സ് വോൾട്ടേജ്. During the passage of these electrons from the cathode towards the anode, they interact with argon atoms in the plasma source. ഇവിടെ ഒരു ആനോഡിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പ്ലാസ്മ ഗ്യാസ് അല്ലെങ്കിൽ പ്ലാസ്മ സോഴ്സ് ഫില്ല് ചെയ്തിരിക്കും. വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ദേ ഇൻട്രാക്ട് വിത്ത് ആർഗൺ ആറ്റംസ്. ആർഗൺ ഗ്യാസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇലക്ട്രോൺസ് വിൽ ഇൻട്രാക്ട് വിത്ത് ആർഗൺ ആറ്റംസ് ഇൻ ദ പ്ലാസ്മ സോഴ്സ്. അപ്പോൾ ആർഗണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആർഗൺ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആനോഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്ലാസ്മ സോഴ്സ്, അതായത് അതിനകത്ത് ആർഗൺ ഗ്യാസ് ആയിരിക്കും. ആർഗൺ ഗ്യാസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആർഗൺ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി എന്ത് ചെയ്യും? ദെൻ ഇറ്റ് വിൽ റിമൂവ്. ആ ആർഗൺ അയോൺസ് വന്നിട്ട് എന്ത് ചെയ്യും? നേരെ വന്ന് മെറ്റീരിയലിൽ വന്ന് റിമൂവ് ചെയ്ത് ആറ്റംസിനെ നോക്ക് ഔട്ട് ചെയ്യും. അതിനെയാണ് സ്പട്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പട്ടറിങ് എന്ന് പറഞ്ഞാൽ നോക്കിംഗ് ഔട്ട് ഓഫ് ആറ്റംസ് ഫ്രം ദ വർക്ക് പീസ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ദ ഇൻസിഡന്റ് അയോൺ. Then removal of atom will occur when actual energy transfers exceeds the usual binding energy. Binding energy എന്ന് പറഞ്ഞാൽ atoms are always bound to the nucleus അല്ലേ. അപ്പോൾ if we need to remove atoms from the surface or from the material, we need to supply an energy greater than the binding energy. Several atoms or molecules will be ejected out and bombarding ion will become implanted deep within the material. Energies greater than binding energies of 5 to 10 electron volt are needed to effect the removal. ഇത്രയെങ്കിലും വേണം. ഇലക്ട്രോൺ എനർജീസ് in terms of electron volt എന്ന് പറയാൻ കാരണം ഇലക്ട്രോൺസിന്റെ എനർജി ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ വോൾട്ടിലാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെക്കാനിസം ഓഫ് മെറ്റീരിയൽ റിമൂവൽ. ഇമ്പോർട്ടൻ്റ് ആണ്. തെർമൽ പ്രോസസ് എന്ന് എഴുതി വെക്കരുത്. ഓക്കെ, ഇനി IBM പ്രോസസ് പാരാമീറ്റേഴ്സ്. ഹിയർ ഓൾസോ ദ പാരാമീറ്റേഴ്സ് വിച്ച് കൺട്രോൾ the material removal rate or the surface quality is important. ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അയോൺസിന്റെ എനർജി, then ion current, ion beam power, then the working gas, നമ്മൾ ആർഗൺ ഗ്യാസ് ആണോ ഏത് ഗ്യാസ് ആണോ ഫില്ല് ചെയ്യുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, എത്ര ആംഗിളിലാണ് വന്നിരിക്കുന്നത്, ഒപ്റ്റിക്കൽ മോഷൻ പാറ്റേൺ, ഹൗ വി ക്യാൻ കൺട്രോൾ ദ മൂവ്മെന്റ്, അതാണ്. So these are the factors which affect the ion beam machine quality or the characteristics. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ അയൺ ബീം മെഷീനിങ് ഇറ്റ്സ് ആക്ച്വലി ദ ഫങ്ഷൻ ഓഫ് അറ്റോമിക് നമ്പർ. ബിക്കോസ് നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? മെറ്റീരിയൽ ഈസ് റിമൂവ്ഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ വർക്ക് പീസ് ബൈ ബോംബാർഡിംഗ് ദ സർഫസ് വിത്ത് സം എ സ്ട്രീം ഓഫ് അയോൺസ്. ആൻഡ് ദ പർപ്പസ് ഓഫ് ഹിറ്റിംഗ് the workpiece with these ions എന്ന് പറഞ്ഞാൽ എന്താണ്? Actually these ions will start to collide with atoms on the surface, and if the binding energy is greater than the binding energy is supplied to the material, it will remove atoms from the surface. അങ്ങനെ ചെയ്യണമെങ്കിൽ സ്പട്ടറിങ് yield ആണ് അവിടുത്തെ. സ്പട്ടറിങ് yield എന്ന് പറഞ്ഞാൽ amount of atoms or the number of atoms removed from the surface of the material for a particular beam. ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് അയോൺസ് വന്ന് ഹിറ്റ് ചെയ്യുമ്പം എത്ര ആറ്റംസിനെ തെറിപ്പിക്കുന്നു, അതാണ് സ്പട്ടറിങ് yield. അത് തന്നെയാണ് ഇവിടുത്തെ എന്ത്? മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. അപ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് അറ്റോമിക് നമ്പർ, ബൈൻഡിങ് എനർജി, ഗ്രെയിൻ സൈസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഷെൽ എക്സെട്ര ഓഫ് ദ വർക്ക് പീസ് മെറ്റീരിയൽ. അത് വൺ ഓഫ് ദ തിങ്. ഇപ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതാം. രണ്ടാമത്തത്
സ്പട്ടറിങ് yield മെറ്റീരിയൽ റിമൂവൽ റേറ്റും ഇവിടെ സെയിം ആണ് കേട്ടോ. സ്പട്ടറിങ് yield ഈസ് ഡിപ്പെൻഡന്റ് ഓൺ അറ്റോമിക് വെയിറ്റ് ഓഫ് ദ ഇൻസിഡന്റ് അയോൺ. അറ്റോമിക് വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. Ion having higher atomic number will yield higher material removal rate or higher sputtering yield. Then angle of incidence. Angle of incidence important ആണ്. At an incidence angle of nearly 500 and after that it decreases. 500 അല്ല, സോറി 50 degree ആണ്. It reaches a maximum at an ion incidence angle of nearly 50 degree കേട്ടോ. And then it decreases. ഇവിടെ കണ്ടോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിത്ത് റെസ്പെക്ട് ടു ദ സ്പട്ടറിങ് yield. സ്പട്ടറിങ് yield വൈ ആക്സിസിൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റും എക്സ് ആക്സിസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 50 ഒക്കെ ആയപ്പോൾ എന്ത് ചെയ്തു, സ്റ്റേബിൾ ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അത് മാക്സിമത്തിൽ കണ്ടിന്യൂ ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഡിക്രീസ്. അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും സ്പട്ടറിങ് yieldുമായിട്ടുള്ള ഡിപ്പെൻഡൻസി. അതുപോലെ specific sputter machining rates increases linearly with amount of ion energy. Ion energy കൂടുമ്പോൾ specific machining rate കണ്ടോ, ion energy കൂടുമ്പോൾ machining rate കൂടും. ഇപ്പോൾ with the help of neat sketch explain the dependence of material removal rate in IBM on the process parameters എന്ന് ചോദിച്ചാൽ ഈ 3 ഗ്രാഫും വരച്ചു വയ്ക്കാം. ഇതെന്ന് പറഞ്ഞാൽ സ്പട്ടറിങ് yield with angle of incidence. This one is sputtering yield തന്നെയാണ്. സ്പെസിഫിക് മെഷീനിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി മെറ്റീരിയൽ റിമൂവൽ റേറ്റ് വിത്ത് അയൺ എനർജി. നമ്മൾ ഈ അയോൺസ് വന്നിടിക്കുന്ന എനർജി ഇല്ലേ, അതിൻ്റെ ഡിപ്പെൻഡൻസി, ദാറ്റ് ഈസ് ലീനിയർ. ആൻഡ് മെഷീനിങ് ഡെപ്ത്, കറണ്ട് ഡെൻസിറ്റി കൂടുമ്പോൾ മെഷീനിങ് ഡെപ്ത് കൂടി വരും. അതാണ്. ആൻഡ് ദാറ്റ് ഓൾ ഡിപ്പെൻഡൻസി ഈസ് ഓൾസോ ലീനിയർ. അപ്പോൾ മെഷീനിങ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് അല്ലേ. അപ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റിന് IBM ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയുമാണ് എഴുതേണ്ടത്. ഓക്കെ. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സർഫസ് ഫിനിഷ്. നമ്മളപ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് പറഞ്ഞു. ഇനി സർഫസ് ഫിനിഷ് എന്തായിരിക്കും? വെൻ വി ടച്ച് ദ സർഫസ് ഓഫ് ദ മെറ്റീരിയൽ മെഷീൻഡ് യൂസിങ് ദിസ് പർട്ടിക്കുലർ പ്രോസസ്, ഡെഫിനറ്റ്ലി സർഫസ് നീഡ്സ് ടു ബി സ്മൂത്ത്. അതാണ് സർഫസ് ഫിനിഷ്. അപ്പം സർഫസ് റഫ്നെസ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സർഫസ് റഫ്നെസ് കുറഞ്ഞിരിക്കണം. കൂടിക്കഴിഞ്ഞാൽ സർഫസ് ഫിനിഷ് കുറയും. അപ്പം സക്സസ് ഓഫ് അയൺ ബീം മെഷീനിങ് ഓർ പോളിഷിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൾ ക്രൂഷ്യലി ഓൺ ദ ഗ്രെയിൻ സൈസ് ആൻഡ് ഇനീഷ്യൽ മോർഫോളജി ഓഫ് ദ സർഫസ്. ഡെഫിനറ്റ്ലി, അതായത് അറ്റോമിക് ലെവലിലാണ് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് വർക്ക് പീസ് മെറ്റീരിയലിൻ്റെ ഇനീഷ്യൽ ഗ്രെയിൻ സൈസും അതിൻ്റെ മോർഫോളജിയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ സർഫസ് ഫിനിഷ് നിൽക്കുന്നത്. പിന്നെ സർഫസ് റഫ്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ഗ്രെയിൻ സ്ട്രക്ചർ. ഇപ്പോൾ വലിയ ഗ്രെയിൻസ് ആണെങ്കിൽ നമ്മൾ അറ്റോമിക് ലെവലിലല്ലേ ചെയ്യുന്നത്, സോ സർഫസ് റഫ്നെസ് ഇൻക്രീസ് ആവും. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്രീസസ് വിത്ത് അയൺ എനർജി ആൻഡ് കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ കണ്ടോ, സർഫസ് റഫ്നെസ് വിത്ത് കറണ്ട് ഡെൻസിറ്റി ഇങ്ങനെയാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. സർഫസ് റഫ്നെസ് ഇത് കാണാമോ, സർഫസ് റഫ്നെസ് വിത്ത് അയോൺ ബീം ആംഗിൾ. അതെന്ത് ചെയ്യുന്നു, ഇങ്ങനെ നേരത്തെ വന്നതുപോലെ ഇങ്ങനെ കൂടി വന്ന് സർഫസ് റഫ്നെസ് ഇവിടെ വന്ന് പിന്നെ അത് കുറയാൻ തുടങ്ങി. അപ്പോൾ ഫോർ ഹയർ ആംഗിൾസിന് എന്താണ്, സർഫസ് റഫ്നെസ് കുറവാണ്. ദാറ്റ് മീൻസ് ഫോർ ഹയർ ആംഗിൾസ് സർഫസ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ, ബിക്കോസ് സർഫസ് റഫ്നെസ് ആണ്. റഫ്നെസ് കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ സർഫസ് ക്വാളിറ്റി ഫിനിഷ് കൂടുതലായിരിക്കും. ഓക്കെ. ആൻഡ് സോ ആൻ ഇൻക്രീസ് ഇൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ് സർഫസ് റഫ്നെസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ സർഫസ് റഫ്നെസ് കൂടി, പക്ഷെ ഒരു പർട്ടിക്കുലർ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറയും. ഫോർ ലോ കറണ്ട് ഡെൻസിറ്റി ആൻഡ് എനർജി സ്മോളർ വാല്യൂസ് ഓഫ് സർഫസ് റഫ്നെസ്. കറണ്ട് ഡെൻസിറ്റി കുറയുമ്പോൾ സർഫസ് റഫ്നെസ് കുറയും. സർഫസ് മോർഫോളജിയും ഓൾസോ സർഫസ് ഫിനിഷിനെ അല്ലെങ്കിൽ സർഫസ് റഫ്നെസ്സിനെ അഫക്റ്റ് ചെയ്യും. സർഫസ് റഫ്നെസ് ഇൻക്രീസസ് ഫോർ ഇൻസിഡന്റ് ആംഗിൾ ഫ്രം 0 ഡിഗ്രി ടു 50 ഡിഗ്രി, ഓൾമോസ്റ്റ് 50 ഡിഗ്രി വരെ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഡിക്രീസസ് റാപ്പിഡ്ലി. അത് പറഞ്ഞതാണ്. ഇവിടെ എന്താ, സർഫസ് റഫ്നെസ് വിത്ത് ഗ്രെയിൻ സൈസ്. കണ്ടോ, ഗ്രെയിൻ സൈസ് കൂടുമ്പോൾ സർഫസ് റഫ്നെസ് കൂടി വരും. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് സർഫസ് ഫിനിഷ് ഇൻ IBM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയുമാണ് എഴുതേണ്ടത്. ഓക്കെ. ഇനിയും നെക്സ്റ്റ് വൺ ഈസ് ഹീറ്റ് അഫക്റ്റഡ് സോൺ ഇൻ IBM. ഹീറ്റ് അഫക്റ്റഡ് സോൺ ഇൻ IBM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്പട്ടറിങ് അല്ലേ. സോ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ, വളരെ ചെറിയ എന്തെങ്കിലും ഹീറ്റിംഗ് നടന്നാൽ മാത്രം
അതുകൊണ്ടാണ് അത് വെരി നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ അതിന് പ്രസക്തിയില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് പ്ലാസ്മ ആർക്ക് മെഷീനിങ്. ഓക്കെ. അപ്പോൾ പ്ലാസ്മ ആർക്ക് മെഷീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ തെർമൽ മെഷീനിങ് പ്രോസസ്. തെർമൽ മെഷീനിങ് പ്രോസസ്സാണ് പ്ലാസ്മ ആർക്ക് മെഷീനിങ്. ആൻഡ് തെർമൽ മെഷീനിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ആക്ച്വലി റിമൂവ്സ് മെറ്റീരിയൽ ബൈ ഹീറ്റിംഗ്. അപ്പോൾ എന്തായാലും ഇവിടെ ഹീറ്റിംഗ് തന്നെ, സിമിലർ ടു ഇലക്ട്രോൺ ബീം മെഷീനിങ് ആൻഡ് ലേസർ ബീം മെഷീനിങ്. And in this process, gases are heated and charged to plasma state. അപ്പോൾ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആക്ച്വലി ദ ഫോർത്ത് സ്റ്റേറ്റ്. നമുക്കറിയാം ഓരോ ഫേസുകൾ അറിയാം, ലിക്വിഡ്, സോളിഡ്, ഗ്യാസ്. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് പ്ലാസ്മ. അപ്പം ഗ്യാസിനെ ഒരുപാട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് വരും. അതിനെയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അങ്ങനെ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിൽ എന്ത് പറ്റും? ഗ്യാസിന്റെ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് എല്ലാം അയോൺസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറ്റഡ് ആൻഡ് ഇലക്ട്രിക്കലി അയണൈസ്ഡ് ഗ്യാസ് ആണ്. അവിടെ അങ്ങനെ സൂപ്പർ ഹീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചേഴ്സ് എന്തായിരിക്കും? ഒരുപാട് വലുതായിരിക്കും. 5000 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും, അതിനും മുകളിലായിരിക്കും. അപ്പോൾ എന്ത് പറ്റും? അങ്ങനെയുള്ള അത്രയും സൂപ്പർ ഹീറ്റഡ് ഗ്യാസിലുള്ള അയോൺസ് when it is allowed to fall onto the workpiece with a high velocity, what happens? നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോൺ ബീം മെൽറ്റിങ്ങിലോ ലേസർ ബീം മെൽറ്റിങ്ങിലോ ഉള്ളതുപോലെ this particular എന്ത് പറ്റും? workpiece will start to get heated and material will be removed. Metals usually cut with this process are aluminum, stainless steel, copper alloys, nickel alloys, etc. അപ്പോൾ ഇതാണ് പ്ലാസ്മ ആർക്ക് മെഷീനിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇതാണ് സെറ്റപ്പ്. കണ്ടോ? ഇവിടെ എന്ത് കണ്ടിട്ടുണ്ട്? നമുക്കിവിടെ ഇലക്ട്രോഡ്സ് ഉണ്ട്, ഇൻസുലേഷൻസ് ഉണ്ട്, പവർ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കാം നമുക്ക്. അപ്പോൾ ഇറ്റ്സ് ബേസിക്കലി ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ്ഡ് ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഈ ഒരു ഇത് കണ്ടോ? ഇതൊരു ഇലക്ട്രോഡാണ്. ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻസൈഡ് എ ചേംബർ. അപ്പോൾ ഈ ഒരു ചേംബറിനകത്തോട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഗ്യാസ് മിക്സ്ചർ ആണ് പാസ് ചെയ്ത് വിടുന്നത്. H2N2O2 എന്നുള്ള ഒരു ഗ്യാസ് മിക്സ്ചർ പാസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോഡിന്റെ പർപ്പസ് എന്തായിരിക്കും? ഹൈ എനർജിയിൽ, മീൻസ് വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എൻ എക്സ്റ്റേണൽ പവർ സപ്ലൈ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു എമിറ്റ് സംതിങ്, അല്ലേ? അപ്പോൾ ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഗ്യാസിലുള്ള മോളിക്യൂൾസിനെ ഇത് അയോൺസ് ആയിട്ട് മാറ്റും. അപ്പോൾ ഈ ഇലക്ട്രോഡിൽ നിന്ന് എന്തെങ്കിലും വന്ന് ഈ ഗ്യാസിൽ വന്ന് ഇടിച്ചാൽ മാത്രമല്ലേ അയോൺസ് ആവൂ. അതെന്തായിരിക്കണം? നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഗ്യാസ് ഫില്ല് ചെയ്യുന്നു ആൻഡ് ഇലക്ട്രോഡ് ഈസ് കണക്റ്റഡ് ടു എക്സ്റ്റേണൽ പവർ സപ്ലൈ ആൻഡ് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് electrons will start to collide with the gases and ions will be created, and again it will reach the workpiece through this particular anodic nozzle. അപ്പോൾ ഇവിടെ ഒരു ആർക്ക് ജനറേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. എന്തിനാണ്? സൂപ്പർ ഹീറ്റഡ് ഇതുണ്ടാക്കാൻ വേണ്ടി. സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് അല്ലേ? അപ്പോൾ അതെന്താന്ന് നോക്കാം. മെറ്റൽ റിമൂവൽ ഇൻ PEM is basically due to high temperature produced. ഹൈ ടെമ്പറേച്ചർ വേണമല്ലോ, അല്ലേ? അപ്പോൾ ഇവിടെ ദ ഹീറ്റിംഗ് ഓഫ് ദ വർക്ക് പീസ് ആസ് എ റിസൾട്ട് ഓഫ് ആനോഡിക് ഹീറ്റിംഗ് ഡ്യൂ ടു ഡയറക്റ്റ് ഇലക്ട്രോൺ ബോംബാർഡ്മെന്റ് പ്ലസ് കൺവെക്ഷൻ ഹീറ്റിംഗ് ഫ്രം ദ ഹൈ ടെമ്പറേച്ചർ പ്ലാസ്മ. അപ്പൊ ഹീറ്റിംഗ് ഓഫ് ദ വർക്ക് പീസ് ആക്ച്വലി നടക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഓൾറെഡി ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു, അത് കൂടാതെ ഇലക്ട്രോൺ ബോംബാർഡ്മെന്റ് വെച്ചിട്ടും ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു, ഇല്ലേ? അങ്ങനെയാണ് മെറ്റീരിയലിൽ നിന്ന് ഒരുപാട് വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആവുന്നത്. ഇനി ഈ ഒരു എന്താ പറയുക, ഒരു ഫിഗർ നോക്കിക്കേ. സോറി, ഹിയർ യു ക്യാൻ സീ ദർ ഈസ് ആൻ ഇലക്ട്രോഡ് ആൻഡ് ഇവിടെ എന്താണ്? എ ഷീൽഡിംഗ് ഗ്യാസ് ഈസ് അലൗഡ് ടു പാസ്. എ ഷീൽഡിംഗ് ക്യാപ്പ് ഈസ് ദെയർ. ദിസ് വൺ ഈസ് നോസിൽ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് the electrode is connected to the external power supply, and shielding cap and shielding gas are allowed to pass through this particular area, and this particular area is subjected to heating, that is anodic heating. Anodic heating il avada nammal plasma arc create cheyunu, and when the anode is heated the gas inside will collide with the gas inside will also
reach superheated state and it will start to form ions. Also, electron bombardment will also create ions, and all these things will hit the workpiece. So material will start to get removed from the surface of the workpiece by heating and vaporization. ആൻഡ് കേട്ടോ ഇത്രയും ഒരു ഏരിയ റിമൂവ് ആയി, ഇതിനെയാണ് ഈ ഒരു പോർഷനെയാണ് കർഫ് എന്ന് പറഞ്ഞാൽ. അത് എല്ലാ പ്രോസസ്സിലും ഉണ്ടാകും കർഫ്. കർഫ് എന്ന് പറഞ്ഞാൽ ദ വിഡ്ത്ത് ഓഫ് ദ മെറ്റൽ ഓർ ദ മെറ്റീരിയൽ റിമൂവ്, അതിനെയാണ് കർഫ് എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ് മെറ്റീരിയൽ റിമൂവൽ പ്രോസസ് ഈസ് ത്രൂ ഡയറക്റ്റ് ഇലക്ട്രോഡ് ബൊംബാർഡ്മെന്റ് പ്ലസ് കൺവെക്ഷൻ ഹീറ്റിംഗ് ഫ്രം ഹൈ ടെമ്പറേച്ചർ പ്ലാസ്മ കേട്ടോ. And heat produced is sufficient to raise the workpiece temperature above its melting point, and the high velocity gas stream effectively blows the molten metal away. നമ്മളിവിടെ കൂടെ ഒരു ഷീൽഡിങ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഗ്യാസ് എന്ത് ചെയ്യുന്നു, ഈ ഇവിടെ വന്നിരിക്കുന്ന എക്സസ് മെറ്റീരിയലിനെ റിമൂവ് മീൻസ് ബ്ലോ ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പോൾ പ്ലാസ്മ ആർക്കിൽ രണ്ട് ചോദ്യം വരാറുണ്ട്: ട്രാൻസ്ഫേർഡ് പ്ലാസ്മ ആർക്ക് മെഷീനിങ് ആൻഡ് നോൺ ട്രാൻസ്ഫേർഡ്. അപ്പോൾ ഈ ട്രാൻസ്ഫേർഡ് പ്ലാസ്മ ആർക്ക് മെഷീനിങ് എന്ന് പറഞ്ഞാൽ ദ ആർക്ക് ഉണ്ടല്ലോ, എന്തായാലും ആർക്ക് ജനറേറ്റ് ചെയ്യണം ഹീറ്റിങ്ങിന് വേണ്ടി. ആർക്ക് ഈസ് കംപ്ലീറ്റഡ് ബൈ മേക്കിംഗ് കോണ്ടാക്ട് വിത്ത് ദ വർക്ക് പീസ്. വർക്ക് പീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് അവിടെ ആർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതാണ് ട്രാൻസ്ഫേർഡ് മോഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് പ്ലാസ്മ ആർക്ക് മെഷീനിങ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ബിറ്റ്വീൻ പ്ലാസ്മ ടോർച്ച് ഇലക്ട്രോഡ്, ഈ ഇലക്ട്രോഡും and the workpiece anode, അതിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും. സോ ദ ആർക്ക് ഈസ് കംപ്ലീറ്റഡ് ബൈ മേക്കിംഗ് കോണ്ടാക്ട് വിത്ത് ദ വർക്ക്പീസ്. ഇവിടെ നോക്കിക്കേ, ആ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ട്രാൻസ്ഫേർഡ് പ്ലാസ്മ ആർക്ക്. ഇനി നോൺ ട്രാൻസ്ഫേർഡ് പ്ലാസ്മ ആർക്ക് മെഷീനിങ് പറയാം. ഇൻ നോൺ ട്രാൻസ്ഫേർഡ് പ്ലാസ്മ ആർക്ക് മെഷീനിങ് സിസ്റ്റം in non-transferred plasma arc system, arc is completed by making contact with nozzle. ഇവിടെ എന്താണ്, by making contact with workpiece. ഇവിടെ എന്താണ്, by making contact with nozzle. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ആർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് മേക്കിംഗ് കോണ്ടാക്ട് വിത്ത് വർക്ക്പീസ്. നോൺ ട്രാൻസ്ഫേർഡിൽ ഇറ്റ് ഈസ് മേക്കിംഗ് കോണ്ടാക്ട് ഓൺലി വിത്ത് നോസിൽ. ഓക്കെ, the non-transferred arc torch extends from the electrode or cathode to the end of the nozzle. ഇവിടം വരെ വരും കേട്ടോ. ഇതിപ്പം ഈ ഒരു ഫിഗർ രണ്ടിനും കോമൺ ആണെങ്കിലും എപ്പോഴും ഇവിടം വരെ ആർക്ക് വരും. ആർക്ക് ഇങ്ങനെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ടു ദ എൻഡ് ഓഫ് ദ നോസിൽ വരെ നോൺ ട്രാൻസ്ഫേർഡിൽ വരും. അപ്പോൾ ഇത് രണ്ടും യൂഷ്വലി ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് നോൺ ട്രാൻസ്ഫേർഡ് പ്ലാസ്മ ആർക്ക് മെഷീനിങ്. ഓക്കെ, തെറ്റിക്കരുത്. ട്രാൻസ്ഫേർഡ് പ്ലാസ്മ ആർക്ക് മെഷീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് എന്ന് പറഞ്ഞാൽ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ബൈ മേക്കിംഗ് കോണ്ടാക്ട് വിത്ത് ദ ഇലക്ട്രോഡ് ആൻഡ് ദ വർക്ക് പീസ്. ബട്ട് ഇൻ നോൺ ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി മേക്കിംഗ് കോണ്ടാക്ട് വിത്ത് ദ ഇലക്ട്രോഡ് ആൻഡ് ഓൺലി ടു ദ എൻഡ് ഓഫ് ദ നോസിൽ. ഓക്കെ, ഇനി പ്രോസസ് പാരാമീറ്റേഴ്സ്. പ്രോസസ് പാരാമീറ്റേഴ്സ് again also it's important, and the main parameters are current density, plasma arc voltage, properties of the workpiece, thickness, gases used, flow rate, working speed, nozzle diameter, and standoff distance. Standoff distance എന്ന് പറഞ്ഞാൽ എന്താ, distance between the nozzle and the workpiece. ഓക്കെ, അപ്പോൾ മെറ്റൽ റിമൂവൽ റേറ്റ്, ഇവിടെയും മെറ്റൽ റിമൂവൽ റേറ്റ് ഹീറ്റിങ്ങിലായതുകൊണ്ട് നമുക്കത് മെറ്റൽ റിമൂവൽ റേറ്റ് എന്താണെന്ന് അറിയാം. അപ്പോൾ മെറ്റൽ റിമൂവൽ റേറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന എനർജി കൂടുതലായിരിക്കണം. കൂടുതൽ കൊടുക്കണമെങ്കിൽ we need to increase the current, and higher value of cutting speed means more volume of material removed. Cutting speed also depend, അപ്പോൾ cutting speed ഒരു പാരാമീറ്റർ ആണ്. And proportion of gases used usually, അതായത് 10% hydrogen, 90% nitrogen or argon usually gives good general purpose results. അപ്പം എത്ര പ്രൊപ്പോർഷൻസിലാണ് നമ്മൾ യൂഷ്വലി, ഇപ്പോൾ 20% ഹൈഡ്രജൻ 80% നൈട്രജൻ, അല്ലെങ്കിൽ 20% ഹൈഡ്രജൻ 80% ആർഗൺ, അങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ again it will affect material removal rate. And next one is increase in plasma gas flow. ഗ്യാസ് ഫ്ലോ ഇൻക്രീസ് ചെയ്താൽ, പ്ലാസ്മ ഗ്യാസ് നമ്മൾ എന്തായാലും പാസ് ചെയ്യുന്നുണ്ട്,
അപ്പോൾ പ്ലാസ്മ ഗ്യാസ് ഫ്ലോ ഇൻക്രീസ് ചെയ്താൽ again it will affect the material removal rate. Also voltage depends on the ionization voltage and gas flow. So these are the parameters which affect material removal rate of plasma arc machining. Okay. ഇപ്പോൾ സർഫസ് ഫിനിഷ് നേരത്തെ പറഞ്ഞില്ലേ, കർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, കർഫ് എന്ന് പറഞ്ഞാൽ ഒരു എത്രത്തോളം മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു ആ കട്ട് സർഫസിനെയാണ് കർഫ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ. അപ്പോൾ സർഫസ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ plasma arc machining depends upon the quality of cut and dimensional accuracy. Quality of cut and dimensional accuracy produced by plasma arc machining depends upon or can be measured by measuring curve width. എത്രത്തോളം ഈ ഒരു വിഡ്ത്ത്, മെറ്റീരിയൽ റിമൂവ് ആയ വിഡ്ത്ത്, ഹീറ്റ് അഫക്റ്റഡ് സോൺ ഉണ്ടെങ്കിൽ അത്, പിന്നെ സർഫസ് ഫിനിഷും മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സർഫസ് ഫിനിഷ് നിൽക്കുന്നത്. ഓൾസോ arc current and arc voltage significant parameter ആണ് which affects the surface finish or quality. Other factors, torch stand off, അതായത് ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസ്, angle to the work, depth of cut and feed into the work. These are the factors. അതുപോലെ a lower value of arc current and arc voltage produces better surface finish. അപ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, തെർമൽ കണ്ടന്റ്, തെർമൽ ഹീറ്റിംഗ് ഇൻക്രീസ് ചെയ്യും, കർവ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും, ഹീറ്റ് അഫക്റ്റഡ് സോൺ ഇൻക്രീസ് ചെയ്യും, സർഫസ് ക്വാളിറ്റി കുറയും. അപ്പോൾ വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദീസ് പാരാമീറ്റേഴ്സ് ആർ കൺട്രോൾഡ്. ഓക്കെ. അപ്പോൾ അത് കൂടാതെ സർഫസ് ഫിനിഷ് ഇൻ ദ റേഞ്ച് ഓഫ് 5 to 75 മൈക്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ തിക്നെസ് ഓഫ് ദ വർക്ക് മെറ്റീരിയൽ ഇൻക്രീസസ്. As the thickness of the work material increase ചെയ്യുമ്പോൾ lower value of the cutting speed tend to produce better cut quality. The thickness of the work material increase ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കറണ്ട് അല്ല കട്ടിംഗ് സ്പീഡ് കുറച്ച് കൊടുത്താൽ ക്വാളിറ്റി കൂടുതലായിരിക്കും. ഹയർ സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസ് affects surface roughness and taper angle of the cut surface. ടേപ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചരിഞ്ഞല്ലേ പോയിരിക്കുന്നത്, ആ ആംഗിൾസ്. അപ്പോൾ ഇപ്പോൾ ലോവർ വാല്യൂ ഓഫ് ഗ്യാസ് ഫ്ലോ റേറ്റും പ്രോപ്പർ ഗ്യാസ് പ്രഷറും ഇതും എല്ലാം എന്ത് ചെയ്യുന്നു, സർഫസ് ഫിനിഷിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ സർഫസ് ഫിനിഷിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയുമാണ് എഴുതേണ്ടത്, നേരത്തെയുള്ള സ്ലൈഡും ഇതും. ഓക്കെ. So heat affected zone, obviously this particular process generates a lot of heat, so there is a zone or there is a particular portion of the material which is affected by the heat. So heat affected zone is approximately 0.75 mm to 5 mm. ഓക്കെ. ആൻഡ് അപ്പോൾ കർവ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഇതിട്ടിരിക്കുന്നത്. കർവ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വിഡ്ത്ത് ഓഫ് ദ മെറ്റീരിയൽ ദാറ്റ് ഈസ് റിമൂവ്ഡ് ബൈ എ കട്ടിംഗ് പ്രോസസ്. വിഡ്ത്ത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, വിഡ്ത്ത് ഓഫ് ദ മെറ്റീരിയൽ റിമൂവ്ഡ് ബൈ എ കട്ടിംഗ് പ്രോസസ്. ദിസ് വൺ ഇവിടെ റിമൂവ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ വിഡ്ത്തിനെയാണ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ 3 മേജർ വേരിയബിൾസ്: current, cutting speed, stand off distance, also thickness of the workpiece. ഇത്രയും കാര്യങ്ങളാണ് കർവിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കർവ് എന്താണെന്ന് 2 മാർക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രോസസ്സിനും അത് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കർവ് കാണും, അതൊരു ടേം ആണ് കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് iron beam machining and plasma arc machining. And the remaining topic is abrasive water jet machining that we will discuss in the next video, that is part 4. Okay, thank you.